വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിന് മുന്നേ വന്നിട്ട് ഇന്ന് ചിങ്ങം 1 അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയിട്ട് നേരെ ഇങ്ങ് ഓടി വന്നെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇൻട്രോ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു നമ്മുടെ ഈ വീഡിയോന്റെ. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു ഇൻട്രോ വീഡിയോ എടുത്തേക്കാലാന്ന് ഓർത്തു. അപ്പൊ എല്ലാവർക്കും വന്നിട്ട് ചിങ്ങം 1 എല്ലാവർക്കും വന്നിട്ട് ഒരു അടിപൊളി വർഷമായിരിക്കും. നമ്മുടെ മലയാള മാസത്തിന്റെ ഇതിൽ നിന്ന് പറയുമ്പോൾ ഒരു പുതിയ വർഷം എന്നാണ് പറയുന്നത്, ന്യൂ ഇയർ ഒക്കെ എന്നാണ് പറയുന്നത് മലയാള മാസത്തിന്റെ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരു അടിപൊളി വർഷമായിരിക്കും, ഒരു അടിപൊളി ഓണക്കാലം ആയിരിക്കട്ടെ വരുന്നത്. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുമായിരിക്കും അല്ലേ ഇന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൺടാൻ അടിച്ച് കറുത്ത് കരുവാളിച്ചൊക്കെ ഇരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കോട്ടോ. റിസൾട്ട് ഉറപ്പാണ്. ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ. പിന്നെ സൺടാൻ അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ആകാനും ബ്രൈറ്റ് ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഫേസ് പാക്ക് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് പോവാം. ഞാനിവിടെ അപ്പോൾ ഇതാ ഒരു ബൗളാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ബൗളിനുള്ളിലേക്ക് നമ്മൾ വന്നിട്ട് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഓറഞ്ച് പീൽ പൗഡർ മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു കുഞ്ഞ് സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം എന്താ നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ഫേസിന് ആവശ്യത്തിന് എത്രത്തോളമാണോ വേണ്ടത് അതിനുള്ള നമ്മുടെ പീൽ പൗഡർ എടുക്കുക, ഓറഞ്ച് പീൽ പൗഡർ എടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ തൈരാണ് കേട്ടോ ഒഴിക്കുന്നത്. തൈര് ആവശ്യത്തിന്, അത് മിക്സ് ചെയ്യാനുള്ള പാകത്തിനുള്ള തൈരാണ് എടുക്കുന്നത്. ആദ്യം ഞാൻ വന്നിട്ട് സ്പൂണിലൊക്കെ ജസ്റ്റ് ഒരു അളവൊക്കെ എടുത്തിട്ടാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ശേഷം വന്നിട്ട് എൻ്റെ ക്ഷമ എങ്ങനെ നശിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ആ തൈരിൻ്റെ ബോട്ടിലെടുത്ത് അങ്ങനെയും ഞാൻ കമത്തുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ കമത്തുന്നൊന്നും പ്രശ്നമില്ല. പക്ഷെ കമത്തുന്ന ടൈമിൽ നിങ്ങൾ വന്നിട്ട് നമ്മുടെ തൈര് വന്നിട്ട് കൂടി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മുടെ തൈര് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി നല്ലൊരു ഇത് പോകും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഫേസിൽ. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ നമ്മുടെ മിക്സ് വന്നിട്ട് ഉണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ലൂസും ആകാൻ പാടില്ല, എന്നാൽ തിക്കും ആയി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതാ ഇത് വന്നിട്ട് നമുക്ക് ഫേസിലേക്ക് ഇനി അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് നിങ്ങളുടെ കഴുത്തിലും അതുപോലെ തന്നെ നമ്മുടെ ചെവിയിലും ഒക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് വാഷ് ചെയ്യാനായിട്ട് അതപ്പം നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ കുളിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നല്ല രീതിക്ക് നമ്മുടെ കുറച്ച് കട്ടയിലിട്ട് കൊടുക്കുക കേട്ടോ. അതായത് നല്ല ടാനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിക്ക് കട്ടയിലിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിൻ വന്നിട്ട് ഒന്ന് ബ്രൈറ്റൻ ആകാനും അതുപോലെ തന്നെ നല്ലൊരു വൈറ്റനിങ് എഫക്റ്റ് കിട്ടാനും അതുപോലെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ കിട്ടാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓറഞ്ച് പീൽ പൗഡർ വന്നിട്ട്. പിന്നെ തൈരിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്ര അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിന് വന്നിട്ട്. അപ്പോൾ നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ അങ്ങനെ വെച്ചേക്കുക. ഒരു 10-20 മിനിറ്റ്, 20-25 മിനിറ്റ് നല്ല കട്ടിക്കാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 30 മിനിറ്റ് വെച്ചേക്കുക. അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് കയ്യിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കയ്യിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല. കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ കയ്യിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ സൺ ടാൻ അടിച്ച് ആ കരുവാളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അറിയാൻ പറ്റും ആ ഡ്രൈ ആകുന്ന ടൈമിൽ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ കണ്ടോ, ഞാൻ തുടച്ച് നോക്കിയപ്പോൾ നല്ലൊരു അടിപൊളി എഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഗ്ലോ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഫോണിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഫുൾ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ എന്താ ഫുൾ വാഷ് ചെയ്യുകയാണ്. ഇതുകൊണ്ടാണ് ഇത് വാഷ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ഫുൾ നമ്മുടെ ചെവിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇത് പോകും കേട്ടോ കുളിക്കുന്ന ടൈമിലേക്കാണെങ്കിൽ. അപ്പോൾ ഞാൻ ഫുൾ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്നും സോഫ്റ്റ് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഫീൽ ചെയ്യുന്ന മാത്രമല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം വർക്കിംഗ് ഞാൻ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ കണ്ടപോലെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളും എല്ലാ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് താഴെ വന്ന് കമന്റ് ബോക്സിലായിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന കൊടുത്തില്ല, ഞാൻ വന്നിട്ട് തൈരാണ് കേട്ടോ മിക്സ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തൈര് അലർജി ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പാലെടുക്കാം, ഇല്ല നോർമൽ വാട്ടർ എടുക്കാം. ക്ലോറിൻ ആയിട്ടുള്ള, അതായത് ക്ലോറിൻ കണ്ടന്റ് ഉള്ള വാട്ടർ എടുക്കരുത് കേട്ടോ. അല്ലാതെയുള്ള നോർമൽ വാട്ടർ എടുക്കാം. പിന്നെ വന്നിട്ട് പൊട്ടറ്റോ ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, അങ്ങനെ ഏത് ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടായിട്ട് തോന്നുന്നത്, നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അതെടുക്കാം. പിന്നെ ഇതിന്റെ കൂടെ മഞ്ഞൾ അലർജി ഇല്ലാത്തവർക്ക് വന്നിട്ട് കുറച്ച് മഞ്ഞൾ ഇട്ടത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ മഞ്ഞളപ്പം ഇട്ടിട്ടുണ്ടായിരുന്നില്ല.
അപ്പം മഞ്ഞൾ ഇട്ടാലും കുറച്ചുകൂടി എഫക്റ്റ് ആയിരിക്കും. മഞ്ഞൾ അലർജി ഇല്ലാത്തവർ വന്നിട്ട് മഞ്ഞൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ബൈ.